കർത്താവിന്റെ നാമത്തിന് സ്തുതി. ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും. ദയവായി ഷെയർ, സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ബൈബിൾ വാക്യങ്ങൾ. ഹഗായി 1 മുതലുള്ള വാക്യങ്ങൾ. ഹഗായി 1 മുതലുള്ള വാക്യങ്ങൾ. ദാര്യാവേശ് രാജാവിന്റെ 2-ാം ആണ്ട് 6-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് ഹഗായി പ്രവാചകൻ മുഖാന്തരം യഹൂദാദേശാധിപതിയായി ശേൽത്തീയേലിന്റെ മകനായ സെരുബ്ബാബേലിനും മഹാപുരോഹിതനായി യഹോസാദാക്കിന്റെ മകനായ യോശുവയ്ക്കും ഉണ്ടായതെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: യഹോവയുടെ ആലയം പണിവാനുള്ള കാലം വന്നിട്ടില്ലെന്ന് ഈ ജനം പറയുന്നുവല്ലോ. ഹഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്കു തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? ആകയാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല. പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ. നിങ്ങൾ മലയിൽ ചെന്നു മരം കൊണ്ടുവന്ന് ആലയം പണിവീൻ. ഞാൻ അതിൽ പ്രസാദിച്ച് മഹത്വപ്പെടും എന്ന് യഹോവ കൽപ്പിക്കുന്നു. നിങ്ങൾ അധികം കിട്ടുമെന്ന് കാത്തിരുന്നു, എന്നാൽ അത് അല്പമായി തീർന്നു. നിങ്ങളത് വീട്ടിൽ കൊണ്ടുവന്നു, ഞാനോ അത് ഊതിക്കളഞ്ഞു. അതെന്തുകൊണ്ട്? എന്റെ ആലയം ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ വീട്ടിലേക്ക് ഓടുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് നിങ്ങൾ നിമിത്തം ആകാശം മഞ്ഞു പെയ്യാതെ അടഞ്ഞിരിക്കുന്നു, ഭൂമി അനുഭവം തരുന്നതുമില്ല. ഞാൻ ദേശത്തിന്മേലും മലകളിന്മേലും ധാന്യത്തിന്മേലും വീഞ്ഞിന്മേലും എണ്ണയിന്മേലും നിലത്തെ വിളവിന്മേലും മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും കൈകളുടെ സകല പ്രയത്നത്തിന്മേലും വറുതിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. അങ്ങനെ ശെയൽത്തീയേലിന്റെ മകനായ സെരുബ്ബാബേലും മഹാപുരോഹിതനായി യഹോസാദാക്കിന്റെ മകനായ യോശുവയും ജനത്തിൽ ശേഷിപ്പുള്ള ഏവരുമായി തങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്കും തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയോഗത്തിന് ഒത്തവണ്ണം ഹഗായി പ്രവാചകന്റെ വചനങ്ങളും കേട്ടനുസരിച്ചു ജനം യഹോവയെ ഭയപ്പെടുകയും ചെയ്തു. അപ്പോൾ യഹോവയുടെ ദൂതനായ ഹഗായി യഹോവയുടെ ദൂതായി ജനത്തോട്, ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞു. യഹോവ യഹൂദാദേശാധിപതിയായി ശെയൽത്തീയേലിന്റെ മകനായ സെരുബ്ബാബേലിന്റെ മനസ്സും മഹാപുരോഹിതനായി യഹോസാദാക്കിന്റെ മകനായ യോശുവയുടെ മനസ്സും ജനത്തിൽ ശേഷിപ്പുള്ള ഏവരുടെയും മനസ്സും ഉണർത്തി. അവർ വന്നു തങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിങ്കൽ വേല ചെയ്തു. ദാര്യാവേശ് രാജാവിന്റെ 2-ാം ആണ്ട് 6-ാം മാസം 24-ാം തീയതി തന്നെ. ഹഗായി 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഹഗായി 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 7-ാം മാസം 21-ാം തീയതി ഹഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, നീ യഹൂദാദേശാധിപതിയായി ശെയൽത്തീയേലിന്റെ മകനായ സെരുബ്ബാബേലിനോടും മഹാപുരോഹിതനായി യഹോസാദാക്കിന്റെ മകനായ യോശുവയോടും ജനത്തിൽ ശേഷിപ്പുള്ളവരോടും പറയേണ്ടതെന്നാൽ, നിങ്ങളിൽ ഈ ആലയത്തെ അതിന്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായി ആർ ശേഷിച്ചിരിക്കുന്നു? ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ? ഇപ്പോഴോ സെരുബ്ബാബേലേ, ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്. മഹാപുരോഹിതനായി യഹോസാദാക്കിന്റെ മകനായ യോശുവേ, ധൈര്യപ്പെടുക. ദേശത്തിലെ സകല ജനവുമായുള്ളവരെ ധൈര്യപ്പെട്ടു വേല ചെയ്യുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ വചനം ഓർപ്പീൻ. എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഇനി കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ദാര്യാവേശിന്റെ 2-ാം ആണ്ട് 9-ാം മാസം 24-ാം തീയതി ഹഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ,
സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ പുരോഹിതന്മാരോട് ന്യായപ്രമാണത്തെക്കുറിച്ച് ചോദിക്കേണ്ടതെന്നാൽ, ഒരുത്തൻ തന്റെ വസ്ത്രത്തിന്റെ കോന്തലയ്ക്കൽ വിശുദ്ധമാംസം വഹിച്ചു ആ കോന്തല കൊണ്ടു അപ്പമോ പായസമോ വീഞ്ഞോ എണ്ണയോ ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനമോ തൊട്ടാൽ അത് വിശുദ്ധമാകുമോ? അതിന് പുരോഹിതന്മാർ ഇല്ല എന്നുത്തരം പറഞ്ഞു. എന്നാൽ ഹഗ്ഗായി, ശവത്താൽ അശുദ്ധനായ ഒരുത്തൻ അവയിൽ ഒന്ന് തൊടുന്നുവെങ്കിൽ അത് അശുദ്ധമാകുമോ എന്ന് ചോദിച്ചതിന് അത് അശുദ്ധമാകും എന്ന് പുരോഹിതന്മാർ ഉത്തരം പറഞ്ഞു. അതിന് ഹഗ്ഗായി ഉത്തരം പറഞ്ഞതെന്നാൽ, അങ്ങനെ തന്നെ ഈ ജനവും അങ്ങനെ തന്നെ ഈ ജാതിയും എന്റെ സന്നിധിയിലാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അവരുടെ കൈകളുടെ പ്രവൃത്തിയൊക്കെയും അങ്ങനെ തന്നെ. അവർ അവിടെ അർപ്പിക്കുന്നതും അശുദ്ധമത്രേ. ആകയാൽ നിങ്ങൾ ഇന്നു തൊട്ട് പിന്നോക്കം യഹോവയുടെ മന്ദിരത്തിങ്കൽ കല്ലിന്മേൽ കല്ലുവെച്ചതിനു മുമ്പുള്ള കാലം വിചാരിച്ചുകൊള്ളുവീൻ. ആ കാലത്തു ഒരുത്തൻ 20 പറയുള്ള കൂമ്പാരത്തിലേക്ക് ചെല്ലുമ്പോൾ 10 മാത്രമേ കാണുകയുള്ളൂ. ഒരുത്തൻ 50 പാത്രം കോരുവാൻ ചക്കാലയിൽ ചെല്ലുമ്പോൾ 20 മാത്രമേ കാണുകയുള്ളൂ. വെൺകതിരും വിഷമഞ്ഞും കൽമഴയും കൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളുടെ കൈകളുടെ സകല പ്രവൃത്തികളിലും ദണ്ഡിപ്പിച്ചു, എങ്കിലും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ഇന്നു തൊട്ട് മുമ്പോട്ട് ദൃഷ്ടിവെക്കുവീൻ. 9-ാം മാസം 24-ാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിനു അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടിവെക്കുവീൻ. വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. 24-ാം തീയതി യഹോവയുടെ അരുളപ്പാട്. 2-ാം പ്രാവശ്യം ഹഗ്ഗായിക്കുണ്ടായതെന്നാൽ, നീ യഹൂദാദേശാധിപതിയായ സെരുബാബേലിനോട് പറയേണ്ടത്, ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇളക്കും. ഞാൻ രാജ്യങ്ങളുടെ സിംഹാസനം മറിച്ചിടും. ജാതികളുടെ രാജ്യങ്ങളുടെ ബലം നശിപ്പിച്ചു കളയും. ഞാൻ രഥത്തെയും അതിൽ കയറി ഓടിക്കുന്നവരെയും മറിച്ചു കളയും. കുതിരകളും പുറത്തു കയറി ഓടിക്കുന്നവരും ഓരോരുത്തൻ താന്റെ സഹോദരന്റെ വാളിനാൽ വീഴും. അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എന്റെ ദാസനായി ശേഥിയേലിന്റെ മകനായ സെരുബാബേലേ, ഞാൻ നിന്നെ എടുത്തു മുദ്രമോദ്രമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. വെളിപ്പാട് 16-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 16-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളവീൻ എന്ന് ഒരു മഹാശബ്ദം ദൈവാലയത്തിൽ നിന്ന് 7 ദൂതന്മാരോടും പറയുന്നത് ഞാൻ കേട്ടു. 1-ാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവണം ഉണ്ടായി. 2-ാമത്തവൻ തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു. അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെയായിത്തീർന്നു. സമുദ്രത്തിലെ ജീവജന്തു ഒക്കെയും ചത്തുപോയി. 3-ാമത്തെ ദൂതൻ തന്റെ കലശം നദികളിലും നീരുറവുകളിലും ഒഴിച്ചു. അവ രക്തമായി തീർന്നു. അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു. ഇരിക്കുന്നവനും ഇരുന്നവനുമായ പരിശുദ്ധനായുള്ളവേ, നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് നീതിമാനാകുന്നു. വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിഹ്നിച്ചതുകൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു. അതിനും അവർ യോഗ്യർ തന്നെ. അവണ്ണം യാഗപീഠവും അതേ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4-ാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. 5-ാമത്തവൻ തന്റെ കലശം മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു. അപ്പോൾ അതിന്റെ രാജ്യം ഇരുണ്ടുപോയി. അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചും കൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൽ സ്വർഗ്ഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ വിട്ടു മാനസാന്തരപ്പെട്ടില്ല. 6-ാമത്തവൻ തന്റെ കലശം യൂഫ്രാത്തേസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്കുനിന്ന് വരുന്ന രാജാക്കന്മാർ വഴി ഒരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെപ്പോലെ വരും. തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ
തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവരെ എബ്രായ ഭാഷയിൽ ഹെർമഗദോൻ എന്നു പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. ഏഴാമത്തവൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നു ഒരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യരുണ്ടായതു മുതൽ അതുപോലെ അത്ര വലുതായൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. മഹാനഗരം മൂന്നാംശമായി പിരിഞ്ഞു. ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. ദൈവകോപത്തിന്റെ ക്രോധമദ്യമുള്ള പാത്രം മഹാബാബേലിന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. സകല ദ്വീപും ഓടിപ്പോയി. മലകൾ കാൺമാനില്ലാതെയായി. താലന്തോളം ഘനമുള്ള കല്ലായി വലിയ കന്മഴ ആകാശത്തിൽ നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു. കന്മഴയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദൂഷിച്ചു. സദൃശവാക്യങ്ങൾ 23 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സദൃശവാക്യങ്ങൾ 23 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. നീ അധിപതിയോടുകൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ നിന്റെ മുമ്പിൽ ഇരിക്കുന്നവൻ ആരെന്ന് കരുതിക്കൊള്ളുക. നീ ഭോജനപ്രിയനാകുന്നുവെങ്കിൽ നിന്റെ തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ചുകൊള്ളുക. അവന്റെ സ്വാദുഭോജനങ്ങളെ കൊതിക്കരുത്, അവ വഞ്ചിക്കുന്ന ഭോജനമല്ലോ. ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്, അതിനായുള്ള ബുദ്ധി വിട്ടുകളക. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നതെന്തിന്? അത് ഇല്ലാതെയായി പോകുമല്ലോ. കഴുകൻ ആകാശത്തേക്കു എന്ന പോലെ അത് ചിറകെടുത്ത് പറന്നുകളയും. കണ്ണുകടിയുള്ളവന്റെ അപ്പം തിന്നരുത്, അവന്റെ സ്വാദുഭോജ്യങ്ങളെ ആഗ്രഹിക്കുകയുമരുത്. അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നതുപോലെയാകുന്നു. തിന്നു കുടിച്ചുകൊള്ളുക എന്നു അവൻ നിന്നോട് പറയും. അവന്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല. നീ തിന്ന കഷണം ഛർദ്ദിച്ചു പോകും, നിന്റെ മാധുര്യവാക്ക് നഷ്ടമായെന്നു വരും. ഭോഷൻ കേൾക്കെ നീ സംസാരിക്കരുത്, അവൻ നിന്റെ വാക്കുകളുടെ ജ്ഞാനത്തെ നിരസിച്ചു കളയും. പണ്ടേയുള്ള അതിർ നീക്കരുത്, അനാഥന്മാരുടെ നിലം ആക്രമിക്കുകയുമരുത്. അവരുടെ പ്രതികാരകൻ ബലവാനല്ലോ, അവർക്ക് നിന്നോടുള്ള വ്യവഹാരം അവൻ നടത്തും. നിന്റെ ഹൃദയം പ്രബോധനത്തിനും നിന്റെ ചെവി പരിജ്ഞാന വചനങ്ങൾക്കും സമർപ്പിക്ക. ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടികൊണ്ട് അടിച്ചാൽ അവൻ ചത്തുപോകയില്ല. വടികൊണ്ടു അവനെ അടിക്കുന്നതിനാൽ നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കും. മകനെ, നിന്റെ ഹൃദയജ്ഞാനത്തെ പഠിച്ചാൽ എന്റെ ഹൃദയവും സന്തോഷിക്കും. നിന്റെ അധരം നേർ സംസാരിച്ചാൽ എന്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്, നീ എല്ലായ്പ്പോഴും യഹോവാഭക്തിയോടെ ഇരിക്കുക. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. മകനെ, കേട്ട് ജ്ഞാനം പഠിക്ക, നിന്റെ ഹൃദയത്തെ നേർവഴിയിൽ നടത്തിക്കൊള്ളുക. നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസഭോജനപ്രിയരുടെ ഇടയിലും ഇരിക്കരുത്. കൊടിയനും അതിഭക്ഷകനും ദരിദ്രരായിത്തീരും. നിദ്രാലിത്വം പഴന്തുണി ഉടുക്കുമാറാക്കും. നിന്നെ ജനിപ്പിച്ച അപ്പന്റെ വാക്ക് കേൾക്ക. നിന്റെ അമ്മ വൃദ്ധിയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. നീ സത്യം വിൽക്കയില്ല, വാങ്ങുകയത്രേ വേണ്ടത്. ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ. നീതിമാന്റെ അപ്പൻ ഏറ്റവും ആനന്ദിക്കും, ജ്ഞാനിയുടെ ജനകൻ അവനിൽ സന്തോഷിക്കും. നിന്റെ അമ്മയപ്പന്മാർ സന്തോഷിക്കട്ടെ, നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക, എന്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. വേശ്യാസ്ത്രീ ആഴമുള്ള കുഴിയും പരസ്ത്രീ ഇടുക്കമുള്ള കിണറുമാകുന്നു. അവൾ പിടിച്ചുപറിക്കാരനെ പോലെ പതിയിരിക്കുന്നു, മനുഷ്യരിൽ ദ്രോഹികളെ വർദ്ധിപ്പിക്കുന്നു. ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്കു ആവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺചുവപ്പ്. വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചിച്ചു നോക്കുവാൻ പോകുന്നവർക്കും തന്നെ. വീഞ്ഞു ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തും. നിന്റെ കണ്ണു പരസ്ത്രീകളെ നോക്കും, നിന്റെ ഹൃദയം വക്രത പറയും. നീ നടുക്കടലിൽ ശയിക്കുന്നവനെപ്പോലെയും പാമരത്തിന്റെ മുകളിൽ ഉറങ്ങുന്നവനെപ്പോലെയുമാകും. അവരെന്നെ അടിച്ചു, എനിക്ക് നൊന്തില്ല. അവർ എന്നെ തല്ലി, ഞാൻ അറിഞ്ഞതുമില്ല. ഞാനെപ്പോൾ ഉണരും? ഞാൻ ഇനിയും അതുതന്നെ തേടും എന്ന് നീ പറയും.